ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ രാജ്യസഭയിലും പാസായി. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ലുകളാണ് രാജ്യസഭ പാസാക്കിയത്. പുതിയ നിയമങ്ങളുടെ കടന്നുവരവ് ചരിത്ര നിമിഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബില്ലുകൾ പാസാക്കിയ സാഹചര്യത്തിൽ രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ടാണ് പുതിയ നിയമനിർമ്മാണം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമങ്ങൾ എന്നിവ രാജ്യത്തിന് പുതിയ സുരക്ഷാ സങ്കല്പവും സമയബന്ധിത നീതി നിർവഹണവും ലഭ്യമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പുതിയ ബില്ലുകൾ പ്രകാരം ഒരു വ്യക്തി പരാതിപ്പെട്ടതിനു ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 3 മുതൽ 14 ദിവസം മാത്രമേ പോലീസിന് എടുക്കാനാവൂ. 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രാഥമികാന്വേഷണം 14 ദിവസത്തിനകം പൂർത്തിയാക്കണം. കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ 3 ദിവസത്തിനകം FIR ഫയൽ ചെയ്യണം. ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷയാണ് പുതിയ നിയമങ്ങളനുസരിച്ച് ശിക്ഷ. आज़ादी के 75 सालों के बाद भारतीयों द्वारा बनाया गया है, भारतीयों के लिए बनाया गया है और भारत की संसद के द्वारा बनाया गया है. രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി. മാർച്ചിലെ സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ നടന്ന ഇന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സഭ സാക്ഷ്യം വഹിച്ചു. പുതിയ 3 നിയമങ്ങൾ പാസാക്കിയത് ചരിത്ര നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നുള്ള മോചനമാണ് രാജ്യത്തിന് സമ്പൂർണമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 24 ഡൽഹി.